മന്ത്രി പങ്കെടുത്ത ചടങ്ങിന് എത്താത്തതിന് പിഴ. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നാണ് പിഴ ഈടാക്കിയത്. പുനലൂർ നഗരസഭയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങളാണ് പിഴയായി 100 രൂപ വീതം നൽകേണ്ടത്. CDS ഭാരവാഹികളാണ് പിഴയടയ്ക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയത്. കായികമന്ത്രി അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത പുനലൂർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും അനുബന്ധ യോഗങ്ങളിലും കുടുംബശ്രീ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതാണ് CDS നേതാക്കളെ ചൊടിപ്പിച്ചത്. ADS അയൽക്കൂട്ട അംഗങ്ങൾ നമ്മളുടെ ഇൻഡോർ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസമായി നിരന്തരം മെസ്സേജ് ഇട്ടിട്ട് ഗ്രൂപ്പുകൾ അത് കണ്ട ഭാവം പോലും നടിക്കാതെ ഐശ്വര്യ അയൽക്കൂട്ടത്തിൽ നിന്ന് 3 പേര് വരുമെന്നുള്ള പേര് ഇതിനകത്ത് ഇട്ടിരുന്നു. പക്ഷേ ഒരാളെ പോലും ഞങ്ങൾ കണ്ടില്ല. തുളുക്കോട് വാർഡുമായിട്ട് ബന്ധപ്പെട്ട് 3 പേരാണ് പങ്കെടുത്തത്. അത് ADS ഭാരവാഹികളാണ്. അന്നേരം അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകാരും അടുത്ത ADSന് വരുമ്പോൾ 100 രൂപ ഫൈനുമായിട്ട് വേണം വരാൻ. നമ്മൾ നേരത്തെ ഫൈൻ ഏർപ്പെടുത്തിയിരുന്നതാണ്. അന്നേരം പൗറോസ് വാർഡ് കൗൺസിലറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി നമുക്ക് അടുത്ത ഇതിനകത്താക്കാം എന്ന് പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാടിനാവശ്യമായ ഒരു സ്ഥാപനമായിരുന്നു. നിങ്ങൾ മറ്റ് യാതൊരുവിധ ഇതുമില്ലായിരുന്നു. ഇവിടുന്ന് കൃഷ്ണപിള്ള സ്മാരകത്തിൽ വന്ന് അവിടുത്തെ ആ ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഉള്ളായിരുന്നു. കണ്ട് നമുക്ക് തിരിച്ചു പോരാൻ ഞാൻ വീണ്ടും മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ കൃഷ്ണപിള്ള സ്മാരകത്തിൽ വന്ന് നിങ്ങളൊന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പൊയ്ക്കോളാനും പറഞ്ഞു. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. പ്രിയ അയൽക്കൂട്ട അംഗങ്ങളെ, ഇന്നത്തെ ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത എല്ലാ അയൽക്കൂട്ടങ്ങളും അടുത്ത ADS മീറ്റിങ്ങിന് മുമ്പായി 100 രൂപ ഫൈനുമായിട്ട് വേണം എത്തിച്ചേരേണ്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാനോസ് ഡേവിഡാണ് ചേരുന്നത്. ഷാനോസ്, ഇപ്പോഴും ഈ കാലത്തും ഇങ്ങനെയൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന് പാവപ്പെട്ട CDS അംഗങ്ങൾക്ക് പിഴ 100 രൂപ വീതം പിഴ ഏർപ്പെടുത്തുക, അതൊക്കെ അനുസരിക്കേണ്ടി വരിക, എന്താണ് സംഭവം? ഇവിടെ ഇക്കാലത്ത് ഇത് പലതവണ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം പലതവണയും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാവുകയും വിവാദമാവുകയും ചെയ്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തേതാണ് ഇത്തരമൊരു സംഭവം. കഴിഞ്ഞ ദിവസം പുനലൂരിലാണ് ഒരു വോയിസ് മെസ്സേജ് പുറത്തായിരിക്കുന്നത്. CDS ചെയർപേഴ്സണും അതുപോലെ തന്നെ മുൻ നഗരസഭാ കൗൺസിൽ അംഗവുമൊക്കെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി അബ്ദുൾ റഹ്മാൻ, കായിക മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കൃത്യമായ ആളെ പങ്കെടുപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഫൈൻ 100 രൂപ വീതം ഫൈൻ ഓരോ കുടുംബശ്രീ അംഗങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാരണം പരിപാടികളിൽ ഉദ്ഘാടന ചടങ്ങുകളിൽ ആളുകളെ പങ്കെടുപ്പിക്കേണ്ട ഉത്തരവാദിത്വം സാധാരണ പതിവായി കുടുംബശ്രീകൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടുത്തെ എപ്പോഴും ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ആ പ്രദേശത്തുണ്ടാവും. ആ കമ്മിറ്റിയൊക്കെയും ആശ്രയിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളടക്കം ഉദ്യോഗസ്ഥരടക്കം ചേരുന്ന കമ്മിറ്റി ആണെങ്കിൽ പോലും ആ കമ്മിറ്റിയൊക്കെ കൂടുതലായി ആശ്രയിക്കുന്നത് ആളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി കുടുംബശ്രീകളെ ആശ്രയിക്കുന്ന ഒരു പതിവാണ് കേരളത്തിലെ പല ഉദ്ഘാടന ചടങ്ങുകളിലും കണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പുനലൂരിൽ സംഘടിപ്പിച്ച ഈ പരിപാടി. പുനലൂരിലെ നഗരസഭയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചടങ്ങുകളുമാണ് അന്ന് നടന്നത്. ആ പരിപാടിയിൽ മന്ത്രി അബ്ദുൾ റഹ്മാൻ, കായിക മന്ത്രി അബ്ദുൾ റഹ്മാനാണ് പങ്കെടുത്തത്. ആ പരിപാടിയിൽ നല്ല ആള് കുറഞ്ഞിരുന്നു എന്നുള്ളതാണ് CDS ഭാരവാഹികളുടെ പരാതി. അങ്ങനെ ആള് പങ്കെടുക്കാതിരിക്കാൻ പലരോടും നേരിട്ട് വരാൻ പറഞ്ഞു. ജോലിയുള്ളവർ 5 മിനിറ്റെങ്കിലും വന്ന് ഇരുന്നിട്ട് പോകൂ എന്ന് അഭ്യർത്ഥിച്ചിട്ട് പോലും ആരും വന്നില്ല. അതുകൊണ്ട് പരിപാടിയിൽ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. അപ്പം നാളുകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഒരു ചെറിയ ഫൈൻ നിലയ്ക്കാണ് 100 രൂപ പറയുന്നത്. പക്ഷേ അയൽക്കൂട്ടത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, ചെറിയ ജോലികൾ ചെയ്തു തീർക്കുന്നത് സാധാരണ വീട്ടമ്മമാരാണ്, ദരിദ്രരായ മനുഷ്യർ ഉൾക്കൊള്ളുന്ന യൂണിറ്റുകളാണ് പല കുടുംബശ്രീ യൂണിറ്റുകളും. അവരിൽ നിന്ന് 100 രൂപ കൈക്കലാക്കുക, 100 രൂപ പിഴയായി ഈടാക്കുക എന്ന് പറയുന്നത് ഒരു യുക്തിഭദ്രമായ ഒരു തീരുമാനമല്ല. അതുകൊണ്ട് തന്നെയാണ് അത് വിമർശന വിധേയമാകുന്നതും വാർത്തയാകുന്നതും. എന്തായാലും പുനലൂരിലെ ഈ സംഭവം ഇതിനകം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരാൾ ഇങ്ങനെ ഒരു കുടുംബശ്രീ യൂണിറ്റിലൊക്കെ ചേരുന്നത് സാധാരണഗതിയിൽ മറ്റ് തൊഴിലില്ലാതിരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന് ഒരു ചെറിയ വരുമാനമെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരം ജീവിതം മെച്ചപ്പെടുത്താമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ്. അങ്ങനെ ആ കുടുംബശ്രീയിൽ അംഗമാവുകയും അതിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിമാർ വരുന്ന ചടങ്ങിലെല്ലാം ഇവർ നിർബന്ധമായി പങ്കെടുത്തു കൊള്ളണം എന്നൊരു തിട്ടൂരം പോലെയല്ലേ? അതിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിഴ ഏർപ്പെടുത്തും, ആ പിഴ നിങ്ങൾ തരണം എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന മട്ടിലല്ലേ ഇത്? അതെ, അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കിരൺ. അതായത് ഒരു പരിപാടിയിൽ സർക്കാരിന്റെ പരിപാടി പങ്കെടുത്ത് വിജയിപ്പിക്കാൻ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ചുമലിലെത്തുന്ന തരത്തിലേക്കാണ് കുടുംബശ്രീ യൂണിറ്റുകളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഒരു ഉദ്ഘാടന ചടങ്ങായി, ഏത് ഉദ്ഘാടന ചടങ്ങായെങ്കിലും ചിലപ്പോൾ ഒരു പാലം ഉദ്ഘാടനമാകാം, റോഡ് ഉദ്ഘാടനമാകാം, നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനമാകാം. പക്ഷെ ഇവിടെയൊക്കെയും ഒരു കമ്മിറ്റി, ഇത് ഈ ആഘോഷ കമ്മിറ്റി, സാധാരണ സർക്കാർ പ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അത്ര തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയിൽ CDS ചെയർപേഴ്സൺ അടക്കമുള്ള കമ്മിറ്റികളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്.
പക്ഷേ ഇതിന്റെ ഈ ആളുകളെ പങ്കെടുപ്പിക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തം കുടുംബശ്രീ യൂണിറ്റുകളുടെ തലയിലേക്ക് വരികയും അവര് കൃത്യമായി സ്ത്രീകളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ പൊതുവിലുണ്ട്. അത്തരമൊരു സാഹചര്യം പങ്കെടുക്കാതിരുന്നാൽ അത് വലിയ തെറ്റാണെന്ന് ചിത്രീകരിക്കുകയും ആ തെറ്റിനെ മറയ്ക്കാൻ ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി 100 രൂപ പിഴ കൊടുക്കണം എന്ന് പറയുന്നത് ഒട്ടും യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ല. നമ്മളുടെ ഒരു പൊതു സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ തന്നെ അതൊരു ശരിയായ കാര്യവുമല്ല. അത് എതിർക്കപ്പെടേണ്ട സംഗതി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം വിമർശന വിധേയമാകുന്നതും തൊട്ടുപിന്നാലെ വാർത്തയാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത് 100 രൂപ വെച്ച് പിഴ ഈടാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് അംഗങ്ങളിൽ നിന്ന് ഒരുപാട് പുനലൂർ പോലുള്ള സ്ഥലത്ത് നിരവധിയായ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. ഓരോ അംഗങ്ങളും 100 രൂപ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ തുകയാണ്. അങ്ങനെ ഒരാളിൽ നിന്ന് 100 രൂപ മാത്രമേ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയ തുകയിലേക്ക് അത് പിന്നീട് മാറുകയും ചെയ്യുന്നു. ഒപ്പം ആളുകളുടെ ഒരു അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്ര പിഴ കൊടുക്കണമെന്ന് പറയുന്നത് അവരുടെ അന്തസ്സിനെ അഭിമാനത്തെ തന്നെ ഹനിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ട് തീർത്തും തെറ്റായ ഒരു നടപടിയാണ് CDSന്റെയും അതുപോലെ തന്നെ ഈ മുൻ നഗരസഭാ അംഗത്തിന്റെ പക്കൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കൃത്യമായ ഒരു പ്രതികരണം തരാൻ ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു വശം. ഷാനോസ് ദയവായി തുടരുക. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ CDS അംഗങ്ങളിൽ നിന്ന് കുടുംബശ്രീയിലെ സാധാരണപ്പെട്ട സ്ത്രീകളിൽ നിന്ന് 100 രൂപ വീതം പിഴ അടയ്ക്കണം എന്നാണ് പറയുന്നത്. മന്ത്രിയുടെ പരിപാടിക്ക് ആളുകളെ എത്തിക്കുക അല്ലെങ്കിൽ പോയി പങ്കെടുക്കുക എന്നുള്ളതല്ലല്ലോ ഇവരുടെ ജോലി. ഈ സംഭവം മാത്രമല്ല, നേരത്തെ തന്നെ പുനലൂർ നിയോജക മണ്ഡലത്തില് CPIയുടെ വനിതാ നേതാവ് അവർക്ക് പഞ്ചായത്ത് അംഗത്തിന് വിമാന ടിക്കറ്റ് എടുത്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാവുകയും CPI ഇടപെട്ട് തന്നെ ആ ടിക്കറ്റിന്റെ പൈസ ഇത്തരത്തിൽ കുടുംബശ്രീ അതുപോലെ തന്നെ ഉള്ള സംഘടനകളിൽ നിന്നും തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഇത്തരത്തിലുള്ള സ്ത്രീ സുരക്ഷയ്ക്ക് ഉണ്ടായിട്ടുള്ള സംഘങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നടപടി ഇത് ആദ്യമായിട്ടല്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് ഇത്തരം സംഘടനകളോട് ഇത്തരം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ആക്ഷേപം വളരെ നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ കുടുംബശ്രീകളുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പല പരിപാടികളും നടത്തുവാൻ ശ്രമിക്കുന്നത്. നമ്മളത് ഏറ്റവും അവസാനം വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉൾപ്പെടെ അങ്ങനെ ആളുകളെ പങ്കെടുപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ പെനാൽറ്റി അടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഒരിക്കലും കേട്ടുകഴിവില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ കുറെ നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായി ഇതിൽ അത്ഭുതമില്ല. മുഖ്യമന്ത്രിക്ക് അടുത്തിരിക്കാൻ 82 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ, ആളെ കൂട്ടുന്ന ആളുകൾ പങ്കെടുത്തില്ലെങ്കിൽ അവരോട് പെനാൽറ്റി ഈടാക്കുന്നതിലും വലിയ അത്ഭുതം കാണാനില്ല. ഇപ്പോൾ സ്വാഭാവികമായും ഈ കുടുംബശ്രീ അംഗങ്ങളെന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകളാണ്. അവർക്ക് ഇത്തരം അനീതി വന്നാൽ അതിനെതിരെ പ്രതിഷേധിക്കാനൊക്കെ ചിലപ്പോൾ മടിയോ അല്ലെങ്കിൽ തങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു പോകുമോ, തങ്ങളുടെ വരുമാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയവുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ കുറെ കൂടി ശക്തമായി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തേണ്ടത് തന്നെയല്ലേ? ദൃശ്യവൽക്കരിക്കപ്പെട്ട സ്ത്രീകളാണ് കൂടുതലായും പങ്കെടുക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ബാക്കി മാത്രം പത്രമായി. ശരി, ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി. കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. എന്തായാലും നമുക്ക് ഈ CDS ഭാരവാഹികളുടെ ശബ്ദ സന്ദേശം ഒരിക്കൽ കൂടി കേൾക്കാം. ADS അയൽക്കൂട്ട അംഗങ്ങൾ നമ്മളുടെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസമായി നിരന്തരം മെസ്സേജ് ഇട്ടിട്ട് ഗ്രൂപ്പുകൾ അത് കണ്ട ഭാവം പോലും നടിക്കാതെ ഐശ്വര്യ അയൽക്കൂട്ടത്തിൽ നിന്ന് 3 പേര് വരുമെന്നുള്ള പേര് ഇതിനകത്ത് ഇട്ടിരുന്നു. പക്ഷേ ഒരാളെ പോലും ഞങ്ങൾ കണ്ടില്ല. തുളുക്കോട് വാർഡുമായിട്ട് ബന്ധപ്പെട്ട് 3 പേരാണ് പങ്കെടുത്തത്. അത് ADS ഭാരവാഹികളാണ്. അന്നേരം അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകാരും അടുത്ത ADSന് വരുമ്പോൾ 100 രൂപ ഫൈനുമായിട്ട് വേണം വരാൻ. നമ്മൾ നേരത്തെ ഫൈൻ ഏർപ്പെടുത്തിയിരുന്നതാണ്. അന്നേരം പൗറോസ് വാർഡ് കൗൺസിലറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി നമുക്ക് അടുത്ത ഇതിനകത്താക്കാം എന്ന് പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാടിനാവശ്യമായ ഒരു സ്ഥാപനമായിരുന്നു. നിങ്ങൾ മറ്റ് യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു. ഇവിടുന്ന് കൃഷ്ണപിള്ള സ്മാരകത്തിൽ വന്ന് അവിടുത്തെ ആ ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഉള്ളായിരുന്നു. കണ്ട് നമുക്ക് തിരിച്ചു പോരാൻ ഞാൻ വീണ്ടും മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ കൃഷ്ണപിള്ള സ്മാരകത്തിൽ വന്ന് നിങ്ങളൊന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പൊയ്ക്കോളാനും പറഞ്ഞു. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. പ്രിയ അയൽക്കൂട്ട അംഗങ്ങളെ, ഇന്നത്തെ ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത എല്ലാ അയൽക്കൂട്ടങ്ങളും അടുത്ത ADS മീറ്റിങ്ങിന് മുമ്പായി 100 രൂപ ഫൈനുമായിട്ട് വേണം എത്തിച്ചേരേണ്ടത്.
എന്തായാലും കുടുംബശ്രീ അംഗങ്ങൾ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ എത്തിച്ചേർന്നില്ല എന്നതിൻ്റെ പേരിൽ ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥ. ഈ വിഷയത്തിൽ MLA സ്ഥലം MLA കൂടിയായ PS സുബാലുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. സുബാൽ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല, ആരും അങ്ങനെ ഫൈൻ ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ അങ്ങനെ ഫൈൻ ആവശ്യപ്പെട്ട CDSന്റെ ഭാരവാഹികളുടെ മുൻ കൗൺസിലറുടെ ശബ്ദ സന്ദേശമാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മഹാരാജാസ് കോളേജിലെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ചിന് CCTV ദൃശ്യങ്ങൾ കൈമാറി. ഈ മാസം 6-ന് ദൃശ്യങ്ങളാണ് കൈമാറിയത്. അതേസമയം വിഷയത്തിൽ KSU നേതാക്കൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇന്ന് ഹാജരാകില്ല. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ ഉൾപ്പെടെയുള്ളവർ സമയം നീട്ടി ചോദിച്ചു. അതേസമയം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതി K വിദ്യ 10ാം ദിവസവും ഒളിവിൽ തന്നെയാണ്. തിങ്കളാഴ്ചയാണ് വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, എന്താണ് KSU നേതാക്കൾ ഇന്ന് ഹാജരാകുന്നില്ല, സമയം നീട്ടി ചോദിച്ചു എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ കൂടുതൽ വിവരങ്ങൾ. കിരൺ, മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നൽകിയ പരാതിയുണ്ട്. ആ പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമാണ് മഹാരാജാസ് കോളേജ് അധികൃതരോട് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഈ സംഭവം നടന്ന, അതായത് ഈ KSU നേതാക്കൾ ഈ ആരോപണം ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർ അവിടെ പോവുകയും ചെയ്ത 6-ാം തീയതിയിലെ CCTV ദൃശ്യങ്ങളാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. ആ ദൃശ്യങ്ങൾ നൽകാമെന്ന് മഹാരാജാസ് കോളേജ് നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ മഹാരാജാസ് കോളേജ് പോലീസിന് കൈമാറിയിരിക്കുകയാണ്, ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസിൽ കാര്യക്ഷമമായി തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. PM ആർഷോ നൽകിയ പരാതിയിൽ KSU നേതാക്കളുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. KSU നേതാക്കളോട് ഇന്ന് ഹാജരാകാനാണ് അറിയിച്ചിരുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ, അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ KSUവിന്റെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഫാസിൽ, ഇവരോട് ഹാജരാകാനാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു ദിവസം ഹാജരാകാമെന്നും ഇവർ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തെ സമയം വേണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇതിൽ സൈബർ സെൽ വിദഗ്ധരുടേതുൾപ്പെടെയുള്ള സഹായം പോലീസ് തേടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതിയായ വിദ്യ K ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അവർ എവിടെയാണ് എന്ന് കണ്ടെത്താനാകുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അഗളി പോലീസും അട്ടപ്പാടി പോലീസും ഈ നിലപാടിൽ തന്നെ തുടർന്നു പോവുകയാണ്. വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് അന്വേഷിക്കുന്നത് അഗളി പോലീസും അതുപോലെ തന്നെ നീലേശ്വരം പോലീസുമാണ്. ഇവർ രണ്ടുപേരും ഇത് തന്നെ പറയുകയാണ്. 10ാം ദിവസമാണ് വിദ്യ ഈ കേസെടുത്ത് വിദ്യയെ കാണാനാകാതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിദ്യ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊരു വാദമാണ് വിദ്യ മുന്നോട്ട് വെച്ചത്. പക്ഷേ എങ്കിലും അത് അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല. ഏതായാലും ഹൈക്കോടതി ഇത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. ഏതായാലും നിലവിൽ വിദ്യയെ അറസ്റ്റ് ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ കണ്ടെത്താനാകുന്നില്ല എന്നാണ് പറയുന്നത്. അത് പറയുമ്പോഴും പ്രതിപക്ഷം പറയുന്ന വലിയൊരു ആരോപണം വിദ്യ Kയെ സംരക്ഷിക്കുന്നത് SFIയുടെയും CPMന്റെയും നേതാക്കളും അനുബന്ധ വൃന്ദങ്ങളുമാണ് എന്നാണ് പ്രതിപക്ഷം വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. നിയമത്തിന് കീഴ്പ്പെടും എന്ന് പറയുമ്പോൾ പോലും വിദ്യ K ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. KSU നേതാവിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റിൽ പോലീസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതി. സർവകലാശാല സെനറ്റ് അംഗം അജിത് അജയ്യാണ് പരാതി നൽകിയത്. കേരള സർവകലാശാല രജിസ്ട്രാർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ 2ാം പ്രതിയായ KPCC അധ്യക്ഷൻ K സുധാകരൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. KPCC അധ്യക്ഷന് വേണ്ടി മാത്യു കുഴൽനാടൻ MLA ആണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ മാസം 14-ന് ചോദ്യം ചെയ്യലിന് കളമശ്ശേരി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം സുധാകരന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. അന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് സുധാകരൻ അറിയിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 23-ന് എത്താൻ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് സാധ്യത തടയാൻ കോടതിയെ സമീപിക്കാനുള്ള സുധാകരന്റെ തീരുമാനം. വഞ്ചനാ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ക്രൈംബ്രാഞ്ച് സുധാകരനെതിരെ ചുമത്തിയിട്ടുള്ളത്.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് തെളിയും. ഇന്ന് വൈകിട്ട് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. എ ഗ്രൂപ്പിലെ പടലപ്പിണക്കങ്ങൾ അവസരമാക്കണമെന്ന വികാരമാണ് ഐ ഗ്രൂപ്പിനുള്ളത്. ഐ ഗ്രൂപ്പിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അബിൻ വർക്കിയും ബിനു ചൊള്ളിയിലും ഇതുവരെ നോമിനേഷൻ നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഇപ്പോൾ എങ്ങനെയാണ് IA മത്സരത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ? ഈ KC വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ബിനു ചുള്ളിയിൽ ഐയുടെ പൊതു സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടോ, അതോ ഇനി ബിനു ചുള്ളിയിൽ മാറി നിൽക്കാനാണ് സാധ്യത? ഏതെല്ലാം സാധ്യതകളാണ് ഇപ്പോൾ മുന്നിലുള്ളത്? കിരൺ, ഇതുവരെ കേൾക്കാതിരുന്ന ഒരു പുതിയ പേരാണ് ഐ ഗ്രൂപ്പിന്റെ മുന്നിലുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എ ഗ്രൂപ്പിലെ ശക്തമായ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഷാഫി പറമ്പലിന്റെ സമ്മർദ്ദത്തിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഐ ഗ്രൂപ്പിന്റെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയായി OJ ജനീഷ്, തൃശ്ശൂരിൽ നിന്നുള്ള OJ ജനീഷ് മത്സരിച്ചേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ OJ ജനീഷിനെ രമേശ് ചെന്നിത്തല വിഭാഗവും ഒപ്പം തന്നെ KC വേണുഗോപാൽ, K സുധാകരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളുടെ പിന്തുണയുണ്ടാക്കും. അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ K സുധാകരനുമായി OJ ജനീഷ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രകാരം OJ ജനീഷിലേക്ക് ഐ ഗ്രൂപ്പ് നേതാക്കളെല്ലാം ഒരേപോലെ എത്തുകയാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും OJ ജനീഷും തമ്മിലുള്ള നേർക്കുള്ള പോരാട്ടം, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന എ ഗ്രൂപ്പിലെ ഒരു പ്രബല വിഭാഗത്തിന്റെ പിന്തുണ OJ ജനീഷിന് ലഭിച്ചാൽ കാലങ്ങളായി എ ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഐ ഗ്രൂപ്പിന്റെ പിടിയിലൊതുങ്ങുമെന്ന വിലയിരുത്തലാണ് ഇത്തരം ഒരു നീക്കം മുതിർന്ന നേതാക്കൾ ഇടപെട്ട ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മണി വരെയാണ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ഡാൻ, അപ്പോൾ ഇപ്പോഴും ഐ ഗ്രൂപ്പിന്റെ വിഷയത്തിൽ ഒരു അവസാന തീരുമാനം എത്തിയിട്ടില്ല. ഈ പ്രധാനപ്പെട്ട ഏതെല്ലാം നേതാക്കളാണ് ഇപ്പോൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? കിരൺ, അതായത് ഈ എ ഗ്രൂപ്പിന് ഉള്ളിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പ്രതിസന്ധിയും തർക്കവും അഭിപ്രായ വ്യത്യാസവും കൃത്യമായ ഒരു അവസരമായി ഉപയോഗിക്കണം, ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന ഒരു പൊതുവികാരം ഐ ഗ്രൂപ്പിലെ നേതൃത്വത്തിനിടയിലുണ്ട്, നേതാക്കൾക്കിടയിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി ആദ്യഘട്ടത്തിൽ മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന് പരന്നിരുന്ന പേരുകാരനായ അബിൻ വർക്കിക്ക് പകരം എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വീകാര്യനായ മറ്റൊരു പേര് വേണം എന്ന ഒരു സംസാരം, അഭിപ്രായങ്ങൾ നേതാക്കൾക്കിടയിൽ ഉണ്ടായത്. ആ പശ്ചാത്തലത്തിലാണ് OJ ജനീഷിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് KPCC അധ്യക്ഷനുമായി OJ ജനീഷ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ KC വേണുഗോപാൽ, ഇവരുമായിട്ടെല്ലാം കൂടിയാലോചിച്ച ശേഷമായിരിക്കും കൃത്യമായി ഒരു പേരിലേക്ക് എത്തുക. ആ പേര് OJ ജനീഷ് ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഐ ഗ്രൂപ്പിന്റെ ലക്ഷ്യം കടുത്ത മത്സരം കാഴ്ചവെക്കുക എന്നതിനപ്പുറത്തേക്ക് പിടിച്ചെടുക്കുക യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം എന്നത് തന്നെയായി മാറും. അതിൽ എ ഗ്രൂപ്പിന്റെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കിരൺ, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലേക്ക് ഷോർ അവയവദാന കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച എബിന്റെ സഹോദരൻ സിബിൻ. അപകടത്തിന് പിന്നാലെ എബിനെ എത്തിച്ച കോതമംഗലം ബെസേലിയസ് ആശുപത്രിയിൽ നടത്തിയത് അവയവദാനത്തിന് പര്യാപ്തമാണോ എന്ന കണ്ടെത്താനുള്ള പരിശോധനയായിരുന്നുവെന്നും കോതമംഗലത്തെത്തിയപ്പോൾ തന്നെ അവയവം മാറ്റാൻ നടപടി ആരംഭിച്ചെന്ന് സംശയിക്കുന്നതായും സഹോദരൻ പറയുന്നു. ഇതിൽ സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് സഹോദരനും അമ്മയും അടക്കം നടത്തുന്നത്. ഈ വാർത്തയിലേക്ക് വരും മുമ്പ് ഒരു ചെറിയ ഇടവേള. നെറ്റ്വർക്ക് അവനാണ് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് തല പൊട്ടിയിട്ടുണ്ട്, പോസ്റ്റയിലോട്ട് തല ഇടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ബൈക്കിൻ്റെ ഇടിയുടെ ഇതുകൊണ്ട്. അപ്പം മൂത്തവനെ എത്രയും വേഗം കൊണ്ടുപോകാൻ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇളയവനെ മൂത്തവനെ കൊണ്ടുവന്ന് എത്തിച്ച് ലക്ഷറി കൊണ്ടുവന്ന് എത്തിച്ച് കഴിഞ്ഞാണ് ഇളയനെയും കൊണ്ട് ബേബിനെയും കൊണ്ട് മരിച്ച ബേബിനെയും കൊണ്ട് പോയത്. അതെന്താ അങ്ങനെ ഒന്നൊന്നും വല്ലതും പറഞ്ഞോ? ഈ കൂടുതൽ ഗുരുതരമായ ആളെയല്ലേ ആദ്യം കൊണ്ടുപോകേണ്ടത്, അങ്ങനെയല്ലല്ലോ ഉണ്ടായല്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എബിൻ എബിന് കൂടുതൽ ഗുരുതരമാണ്, അതുകൊണ്ടാണ് ബിബിനെ കൊണ്ടുപോകണേ അവനെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ എബിന് രണ്ടുപേരും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ തന്നെ കൊണ്ടുപോയത്. മൂത്തവനെ ആദ്യം കൊണ്ടുപോകുന്നു. അത് ആംബുലൻസ് കിട്ടാൻ ഒത്തിരി വൈകിയിരുന്നു, ഒത്തിരി അടുത്തോട്ട് വിളിച്ചു കഴിഞ്ഞാണ് വന്നത്. എന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തത്. മൂത്തവനെയാണ് ആദ്യം കൊണ്ടുപോയത്, ഇളയവനെ രണ്ടാമതാണ് കൊണ്ടുവന്നത്. വൈകിയാണ് പോയത്.
പിന്നെ ലേക്ക് ഷോറിലെത്തിയ ശേഷം പിന്നീട് എന്തൊക്കെയാണ് നടന്നത്? ലേക്ക് ഷോറിലെത്തിയ ശേഷം പിന്നെ എനിക്കതിനെപ്പറ്റി ഒത്തിരി അറിയാൻ പാടില്ല. അവിടെ ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയാണ് ഡെൻകെയർ ഡെൻ്റൽ ലാബ്. ഇവിടെ ഏഷ്യയിലെ രണ്ടാമതായി പ്രവർത്തിക്കുന്ന ജയക്കോസ് സാറിൻ്റെ സ്ഥാനത്തിലാണ് ഞാൻ ജോലി ചെയ്തത്. ഞാനും എൻ്റെ മൂത്ത മകനും അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. 14 വർഷം അവൻ ജോലി ചെയ്തു, ഞാൻ 15 വർഷം ജോലി ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല. 3 വർഷമായുള്ളൂ ഞങ്ങൾ ഇറങ്ങിയിട്ട്. അപ്പോൾ അവരാണ് എല്ലാ കാര്യവും ചെയ്തത്. ഇവിടുന്ന് കൊണ്ടുപോകുന്നതും ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി തന്നെയാണ്. എല്ലാ കാര്യവും അവിടെ നോക്കിയിരുന്നതും എല്ലാം അവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇതേപ്പറ്റി ശ്രദ്ധിച്ചില്ല. പിന്നെ അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചു എന്ന് മാത്രം. എന്താണ് അവിടെ എത്തിയ ശേഷമുള്ള പുരോഗതി, അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ അവസ്ഥയെപ്പറ്റി, ആരോഗ്യനിലയെപ്പറ്റി എന്താണ് ആശുപത്രിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പറയാമെങ്കിൽ ഞാൻ 100% വിശ്വസിച്ചിരുന്നു. അവർ നമ്മുടെ കുഞ്ഞിന് ചികിത്സ കൊടുത്തു. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് കുഞ്ഞിന് എന്നോ അതെ. പക്ഷേ ഞാൻ ചെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ രണ്ടാമത് ചെല്ലുമ്പോൾ വെറും ഒരു കട്ടിലിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. കുഞ്ഞിനെ ഞാൻ കണ്ടു, ഉമ്മ വെച്ച് പോരുകയും ചെയ്തു. അന്ന് അവന് മെഡിസിൻ കൊടുത്ത് ഇപ്പം ഞാനതെല്ലാം ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവ് മരിച്ചിട്ട് 4 വർഷം. അത് കഴിഞ്ഞ് അടിക്കടി 4 വർഷം കൊണ്ട് 2 കുഞ്ഞുങ്ങളും മരണത്തോട് മല്ലടിക്കുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഇത്രയും ചിന്തിക്കാനുള്ള കഴിവൊന്നും അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അന്ന് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഇവർ പൂർണ്ണമായിട്ടും നമ്മളെ ഉത്തരവാദിത്തത്തോടെ ചെയ്യും എന്നാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ 2ാമത്തെ ദിവസം പോയി, 3ാമത്തെ ദിവസം വിളിച്ച് പറയുന്നു എത്രയും വേഗം ഒന്ന് വന്ന് കാണുക, വെന്റിലേറ്റർ വലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് മരിക്കും, പ്രഷറും ഷുഗറും എല്ലാം താന്നു പോവുകയാണ്, 98% പോലും ഇതില്ല എന്ന് പറഞ്ഞ് തല ഇതായി തല ചത്തു കഴിഞ്ഞിരിക്കുന്നു, മുഴുവൻ തലയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ കയറി കണ്ടു. ഇറങ്ങി വന്നപ്പോൾ എന്നോടൊരു 3-4 പേരുണ്ട്. അപ്പോൾ ഡെൻകെയറിലെ ജോൺ സാറിൻ്റെ അനിയൻ സാജു പിന്നെ സാറും പിന്നെ പ്രിൻസ് എന്ന് പറയുന്ന പിന്നെ ഫിലിപ്പ്, അങ്ങനെ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർമാർ 3-4 ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ ലേക്ക് ഷോർ അവയവദാന കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച എബിന്റെ സഹോദരൻ സിബിൻ. അപകടത്തിന് പിന്നാലെ എബിനെ എത്തിച്ച കോതമംഗലം ബെസേലിയസ് ആശുപത്രിയിൽ നടത്തിയത് അവയവദാനത്തിന് പര്യാപ്തമാണോ എന്ന പരിശോധനയാണ്. കോതമംഗലത്തെത്തിയപ്പോൾ തന്നെ അവയവം മാറ്റാൻ നടപടി ആരംഭിച്ചെന്ന് സംശയിക്കുന്നതായും സഹോദരൻ പറയുന്നു. സമ്മതപത്രം ഒപ്പിടും മുമ്പ് അവയവങ്ങൾ നീക്കിയതായി സംശയമുണ്ട്. എബിന്റെ ചികിത്സാ ചെലവുകൾ വഹിച്ച സ്ഥാപനം ചികിത്സാ രേഖകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നൽകിയിട്ടില്ല. ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. എബിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മുതൽ തന്നെ ചില അസ്വാഭാവിക നീക്കങ്ങൾ ഉണ്ടായതായാണ് ഈ കുടുംബം പറയുന്നത്. പ്രത്യേകിച്ചും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ള ആളെ ആശുപത്രിയിൽ വെക്കുകയും താരതമ്യേന പരിക്ക് കുറഞ്ഞ ആളെ ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഒപ്പം പരിശോധനകളിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി പറയുന്നു. എന്തായാലും നമുക്കൊപ്പം എബിന്റെ സഹോദരനുണ്ട്. അന്ന് അവിടെ നിന്നും കാര്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല അല്ലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇപ്പം ഗണപതി ഡോക്ടർ പറയുന്നതിൽ നമ്മുടെ ബിബിൻ എന്ന് പറഞ്ഞ ആൾക്ക് ഇഞ്ചുറീസ് കുറവും എബിൻ എൻ്റെ മരിച്ചുപോയ ചേട്ടായിക്ക് ഇഞ്ചുറീസ് കൂടുതലുമാണ്. അപ്പം ഇളയ ആളെങ്കിലും കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ്, മൂത്ത ആളെങ്കിലും കിട്ടട്ടെ എന്നും പറഞ്ഞിട്ടാണ് ബിബിൻ ചേട്ടനെ ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോകുന്നത്. അതും 2 പേരെയും ലേക്ക് ഷോറിലേക്ക് റെഫർ ചെയ്യുന്നതും അവിടുത്തെ ഡോക്ടറാണ്. ആ ഡോക്ടർ എബിൻ ചേട്ടായിക്ക് ആകെ ചെയ്തേക്കുന്നത് ജനറൽ ടെസ്റ്റ് മാത്രമാണ്, എന്ന് വെച്ചാൽ HIV ടെസ്റ്റ്, ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് ബിബിൻ ചേട്ടനെ ആദ്യം ലേക്ക് ഷോറിൽ എത്തിക്കുന്നു. അതിനുശേഷം നല്ല വൈകി ഒരു 4-5 മണിക്കൂറിന് ശേഷമാണ് ലേറ്റ് നൈറ്റ് ആയിട്ടാണ് എബിൻ ചേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവിടെ വേറെ ക്ലിനിക്കൽ ടെസ്റ്റുകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ട്രാൻസ്പ്ലാന്റിന് പര്യാപ്തമാണോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ പ്രീവിയസ്ലി ലേക്ക് ഷോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പം അവർ തമ്മിൽ ലിങ്കുണ്ട്. ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും മാർ ബെസേലിയസിലെ ഡോക്ടേഴ്സുമായിട്ട് നല്ല ലിങ്കുണ്ട്. അതുകൊണ്ട് ഇവിടെ ടെസ്റ്റുകൾ ചെയ്ത് അവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് മനസ്സിലാക്കി, ഇപ്പോൾ ആൽക്കഹോൾ കൺസപ്ഷനോ സ്മോക്കിങ്ങോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതറിയത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ആളെ കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ലേക്ക് ഷോറിലേക്ക് റെഫർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അറിവ്.
അവിടെ പക്ഷേ ഡോണർ റെഡി ആയിട്ടിരിക്കുകയാണ്, ഈ വാങ്ങാനുള്ള ആൾ റെഡി ആയിട്ട് സ്വീകർത്താവ് അല്ലേ? അതെങ്ങനെ അങ്ങനെയൊക്കെ വരാറുണ്ടോ? എങ്ങനെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നത് എന്താണ്? അന്ന് ഇപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ എബിൻ ചേട്ടായി ഇവിടെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ചിലപ്പോൾ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേനും പേഷ്യൻറ്റ് ചിലപ്പോൾ മലേഷ്യയിൽ നിന്നാണോ എനിക്കറിയത്തില്ല, മലേഷ്യയിൽ നിന്നാണോ, ഇപ്പോൾ എബിൻ ചേട്ടൻ 2 ദിവസം എന്തായാലും ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ മലേഷ്യയിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ്. എന്ത് കാര്യത്തിനാണെന്ന് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടാകത്തില്ല. ഇങ്ങനെ വന്നിട്ട് ലേക്ക് ഷോറിൽ വന്ന് അഡ്മിറ്റ് ആകുന്നു. അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ കൺസെൻറ്റ് ഒപ്പിടാൻ വേണ്ടി ഒരു 7-8 ഡോക്ടേഴ്സ്, പിന്നെ ഡെൻകെയറിൻ്റെ മാനേജിങ് ഡയറക്ടർ സാജു കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പിന്നെ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇത്ര 3 പേരുണ്ടായിരുന്നു ഒറ്റിയിൽ കൺസെൻറ്റ് ഒപ്പിടുന്നിടത്ത്. പിന്നെ മമ്മി ഉണ്ടായിരുന്നു. ഇവരാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്തത്. അവരാണ് സൈൻ ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. മമ്മി ആ ഒരു സിറ്റുവേഷനിൽ 2 പേരും മരിക്കാറായി കിടക്കുന്ന സമയത്ത് മമ്മിക്ക് വേറെ ഒന്നും വായിച്ചു നോക്കാനൊന്നുള്ള ശേഷിയില്ല. അപ്പോൾ മമ്മി ഒന്നും നോക്കാതെ വേറെ ഒരാൾക്ക് ജീവൻ കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് സൈനിട്ട് കൊടുത്തു. എബിന്റെ മരണത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടെന്ന് അമ്മ ഓമന ന്യൂസ് 18 പറഞ്ഞു. അപകടത്തിന് ശേഷം ഗുരുതരാവസ്ഥയിലുള്ള എബിനെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് സമയം വൈകിയാണ്. കാര്യമായ പരിക്കില്ലാത്ത സഹോദരൻ ബിബിനെയാണ് ആദ്യം കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. കോതമംഗലത്തും കൊച്ചിയിലും ചികിത്സ യഥാസമയം നൽകിയില്ലെന്നും കോതമംഗലം ബെസേലിയസ് ആശുപത്രിക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും അമ്മ ഓമന പറഞ്ഞു. ബെസോലിയസ് അവിടെ ചെന്നിട്ട് മൂത്ത മോന് ഏതാണ്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ചികിത്സ കൊടുത്തു എന്നാണ് അറിവ്. ഇളയ മോന് ചികിത്സയൊന്നും കൊടുത്തിട്ടില്ല. മൂത്തവനെയാണ് ആദ്യം, ഇളയവനാണ് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് തല പൊട്ടിയിട്ടുണ്ട്. പോസ്റ്റയിലോട്ട് തല ഇടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ബൈക്കിൻ്റെ ഇടിയുടെ ഇതുകൊണ്ട്. അപ്പം മൂത്തവനെ എത്രയും വേഗം കൊണ്ടുപോകാൻ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. മൂത്തവനെ കൊണ്ടുവന്ന് എത്തിച്ച് ലക്ഷറി കൊണ്ടുവന്ന് എത്തിച്ച് കഴിഞ്ഞാണ് ഇളയ മോനെയും കൊണ്ട് എബിനെയും കൊണ്ട് മരിച്ച എബിനെയും കൊണ്ട് പോയത്. എബിന് ഗുരുതരമാണ്. അതുകൊണ്ടാണ് ബിബിനെ കൊണ്ടുപോകണേ അവനെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ എബിന് 2 പേരും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ തന്നെ കൊണ്ടുപോയത്. മൂത്തവനെ ആദ്യം കൊണ്ടുപോകുന്നു. അത് ആംബുലൻസ് കിട്ടാൻ ഒത്തിരി വൈകിയിരുന്നു. ഒത്തിരി അടുത്തോട്ട് വിളിച്ചു കഴിഞ്ഞാണ് വന്നത്. എന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോവുകയും ചെയ്തത്. മൂത്തവനെയാണ് ആദ്യം കൊണ്ടുപോയത്, ഇളയവനെ രണ്ടാമതാണ് കൊണ്ടുപോകുന്നത്. വൈകിയാണ് പോയത്. പിന്നെ ലേക്ക് ഷോറിലെത്തിയ ശേഷം പിന്നീട് എന്തൊക്കെയാണ് നടന്നത്? ലേക്ക് ഷോറിലെത്തിയ ശേഷം പിന്നെ എനിക്കതിനെപ്പറ്റി ഒത്തിരി അറിയാൻ പാടില്ല. അവിടെ ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയാണ് ഡെൻകെയർ ഡെൻ്റൽ ലാബ്. അപ്പോൾ അവരാണ് എല്ലാ കാര്യവും ചെയ്തത്. ഇവിടുന്ന് കൊണ്ടുപോകുന്നതും ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി തന്നെയാണ്. എല്ലാ കാര്യവും അവിടെ നോക്കിയിരുന്നതും എല്ലാം അവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇതേപ്പറ്റി ശ്രദ്ധിച്ചില്ല. പിന്നെ അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചു എന്ന് മാത്രം. എന്താണ് അവിടെ എത്തിയ ശേഷമുള്ള പുരോഗതി, അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ അവസ്ഥയെപ്പറ്റി, ആരോഗ്യനിലയെപ്പറ്റി എന്താണ് ആശുപത്രിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പറയാമെങ്കിൽ ഞാൻ 100% വിശ്വസിച്ചിരുന്നു. അവർ നമ്മുടെ കുഞ്ഞിനെ ചികിത്സ കൊടുത്തു. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നോ അതെ. പക്ഷേ ഞാൻ ചെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ 2ാമത് ചെല്ലുമ്പോൾ വെറും ഒരു കട്ടിലിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. കുഞ്ഞിനെ ഞാൻ ഉമ്മ വെച്ച് പോരുകയും ചെയ്തു. അന്ന് അവന് മെഡിസിൻ കൊടുത്ത് ഇപ്പം ഞാനതെല്ലാം ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവ് മരിച്ചിട്ട് 4 വർഷം. അത് കഴിഞ്ഞ് അടിക്കടി 4 വർഷം കൊണ്ട് 2 കുഞ്ഞുങ്ങളും മരണത്തോട് മല്ലടിക്കണം. അപ്പോൾ എനിക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഇത്രയും ചിന്തിക്കാനുള്ള കഴിവൊന്നും അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അന്ന് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഇവർ പൂർണ്ണമായിട്ടും നമ്മളെ ഉത്തരവാദിത്തത്തോടെ ചെയ്യും എന്നാണ് ഞാൻ ചിന്തിച്ചത്. അത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് സാറേ, അന്നൊന്നും നമുക്കത്ര വിവരം ഇല്ലല്ലോ. അന്ന് എനിക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനേം, എൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞേനേം. നമ്മൾ ഇവരെ വിശ്വസിച്ചു പോയി. എൻ്റെ കമ്പനീനെ വിശ്വസിച്ചു, ഞാൻ ജോലി ചെയ്ത കമ്പനീനെ വിശ്വസിച്ചു, അവിടുത്തെ ഡോക്ടർമാരെ വിശ്വസിച്ചു. അവരാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പം 100% എൻ്റെ ഭാഗത്ത് അവരുടെ ഇതുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇതായിരുന്നു, കാപഢ്യം ആണെന്ന് എനിക്കൊരു സംശയം വന്നിട്ടുണ്ട്. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കേണ്ടതും സത്യം വെളിപ്പെടേണ്ടതുമായ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. ബിപോർജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തേക്ക്. മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതീവ ജാഗ്രതയിലാണ് ഗുജറാത്ത് തീരം.
കൂടുതൽ വിവരങ്ങളുമായി ക്ലൈമറ്റ് ഡെസ്കിൽ നിന്നും MG മിഥുനാണ് ചേരുന്നത്. മിഥുൻ, 4 മണിയോടുകൂടി ഗുജറാത്ത് തീരം തൊടും എന്നാണോ വിവരം? എന്താണ് കാറ്റിന്റെ ദിശ, പിന്നീട് എങ്ങോട്ടാണ് മാറുന്നത്? കിരൺ, നിലവിൽ 180 കിലോമീറ്റർ അകലെയാണ്, അതായത് ഗുജറാത്ത് കച്ച് തീരത്ത് നിന്ന് 180 കിലോമീറ്റർ അകലെയാണ് കാറ്റ് വീശുന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇത് വടക്ക് പടിഞ്ഞാറൻ തീരത്തേക്ക് ദിശയിലേക്കാണ് കാറ്റ് നീങ്ങുകയും ചെയ്യുന്നത്. വൈകിട്ടോടുകൂടി 4 മണി മുതൽ 8 മണിയുള്ള സമയത്ത് ഈ കച്ച് തീരത്തേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്ന വിവരം. അപ്പോൾ 130 മുതൽ 150 കിലോമീറ്റർ വരെ സ്പീഡ് ഈ കാറ്റിന് ഉണ്ടാകും. അത്തരത്തിലുള്ള വേഗത, വലിയ വേഗതയിലായിരിക്കും കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ളവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ ഇന്ന് രാവിലെയുമായി ഏകദേശം 75,000-ഓളം പേരെ ഈ മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ താഴ്ന്ന മേഖലയാണ്, ഒപ്പം തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ നേരിടേണ്ട ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ളവരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടികൾ നേരത്തെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കര, വ്യോമ, നാവികസേനയുടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രയത്നം ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ഒപ്പം തന്നെ NDRFൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇവിടെ വലിയൊരു സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് അത്തരത്തിൽ മനുഷ്യരുടെ ജീവൻ പോകുന്ന തരത്തിലേക്ക് പോകാതെ അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ എന്തായാലും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 2 ദിവസം മുമ്പ് ഈ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള അതിശക്തമായ കാറ്റ് വീശുകയും മരങ്ങൾ കടപുഴകി വീഴുകയും മതിലുകളൊക്കെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൽ മതിലിടിഞ്ഞു വീണ് ഏകദേശം 5ഓളം പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വൈകിട്ട് 4 മണിയോട് കൂടിയായിരിക്കും ഈ കാറ്റ് ഗുജറാത്തിലെ കച്ച് തീരത്തിലേക്ക് എത്തുക. അതിനുശേഷം വൈകിട്ടോടുകൂടി ഇതിൻ്റെ ശക്തി, ഈ കാറ്റിൻ്റെ വേഗത കുറഞ്ഞ് പിന്നീട് പാകിസ്ഥാനിലെ കറാച്ചി മേഖലയിലേക്ക്, പഞ്ചാബ് പ്രവിശ്യയിലെ കറാച്ചി മേഖലയിലേക്ക് നീങ്ങും. പിന്നീട് അത് കാറ്റിൻ്റെ വേഗത വരും മണിക്കൂറുകളിൽ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഗുജറാത്തിലെ കച്ച് തീരത്തിൽ നൽകിയിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഗുജറാത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ കേരളത്തിൽ നേരെ തിരിച്ചാണ്. കേരളത്തിൽ കാലവർഷത്തിന്റെ ശക്തി കുറഞ്ഞു. 2 ദിവസമായി ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. 18-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കടലാക്രമണത്തിനും തീരമേഖലയിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ഗുസ്തി താരങ്ങളുടെ ലൈംഗികാതിക്രമ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 കോടതികളിലായാണ് ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ബ്രിജ് ഭൂഷണെതിരെ 6 പേരുടെ പരാതിയിൽ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ 1000-ലധികം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ബ്രിജ് ഭൂഷണെതിരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ പോക്സോ പരാതിയിൽ പാട്യാല കോടതിയിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ പെൺകുട്ടി മൊഴി മാറ്റിയെന്നും പോക്സോ കേസിന് തെളിവ് ലഭിച്ചില്ലെന്നുമാണ് പോലീസിന്റെ വാദം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസ് അവസാനിപ്പിക്കുന്നതിനും പോലീസ് അനുമതി തേടി. ഈ ആവശ്യം കോടതി ജൂലൈ 4-ന് പരിഗണിക്കാനായി മാറ്റി. എന്തായാലും തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങ് ഇപ്പോൾ മൃഗശാലയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിനെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ പുതിയതായി എത്തിയ അതിഥികൾക്ക് പേരിടാനായി മന്ത്രിയൊക്കെ അവിടെ എത്തിയിരുന്നു. ഈ വാർത്തയിലേക്കൊക്കെ കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. അവരാണ് എൻ്റെ അടുത്ത്, അവർ ചോദിച്ചു, ഡോക്ടറും കൂടെ കൂടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് മരിച്ചു പോവുകയാണല്ലോ, ഈ ഇതിൻ്റെ കുഞ്ഞിനെ ഇവിടെ 2-3 പേരൂടെ കിടപ്പുണ്ട്, അഡ്മിറ്റുണ്ട്, അവർക്ക് അവയവം ദാനം ചെയ്യാൻ കൊടുത്തേക്കാവെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാൽ മണ്ണിൽ ദ്രവിച്ച് പോവല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കൊടുത്തേക്കാവുന്നു, അവരെങ്കിലും ജീവൻ വെക്കട്ടെ, എൻ്റെ കുഞ്ഞിൻ്റെ അവയവം കൊണ്ട് അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെന്ന് ചോദിച്ചാൽ ഗുരുതരമായ കൊച്ചിനെ ഇട്ടിട്ട് പിന്നെ ഗുരുതരമല്ലാത്ത അവരെയും കൊണ്ട് പോയതിലൊക്കെ പിന്നെ എനിക്കൊരിത് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, പിന്നെ കുഞ്ഞ് പല കേസ് അവരെന്നോട് സംസാരിച്ചു, ഇനി ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തല
കട്ടിലേൽ ഇങ്ങനെ കിടന്ന കിടപ്പ് കിടക്കും. എന്നിട്ട് പിന്നെ കൂടെ ഈ വായിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ച് കിടക്കും. അപ്പോൾ ചേച്ചിക്ക് ഈ കുഞ്ഞും ആ കുഞ്ഞും കൂടെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവുമെന്നൊക്കെ എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ 100% നേരാന്നല്ലേ നമ്മൾ പറയുള്ളൂ. പിന്നെ വിജയിക്കണമെന്നില്ല, ഓപ്പറേഷൻ ചെയ്താൽ വിജയിക്കുകയില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെ കിടക്കാമെന്നും പറഞ്ഞു. ഇങ്ങനെ കിടക്കുള്ളൂ, ചെയ്താലും ഇങ്ങനെ കിടക്കുള്ളെന്ന് പറഞ്ഞു. ആദ്യം ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ലേക്ക് ഷോർ അവയവദാന കേസിൽ കൂടുതൽ ആരോപണങ്ങളുമായി എബിന്റെ അമ്മ. എബിന്റെ മരണത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടെന്ന് അമ്മ ഓമന ന്യൂസ് 18നോട് പറഞ്ഞു. അപകടത്തിന് ശേഷം ഗുരുതരാവസ്ഥയിലുള്ള എബിനെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് സമയം വൈകിയാണ്. കാര്യമായ പരുക്കില്ലാത്ത സഹോദരൻ ബിബിനെയാണ് ആദ്യം കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. കോതമംഗലത്തും കൊച്ചിയിലും ചികിത്സ നൽകിയില്ലെന്നും കോതമംഗലം ബെസേലിയസ് ആശുപത്രിയിലും പിഴവ് സംഭവിച്ചെന്നും അമ്മ ഓമന ന്യൂസ് 18നോട് പറഞ്ഞു. നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയത്. എബിന്റെ മരണത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ട്. അപകടത്തിന് ശേഷം ഗുരുതരാവസ്ഥയിലുള്ള എബിനെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് ഏറെ വൈകിയാണ്. കാര്യമായ പരുക്കില്ലാത്ത സഹോദരൻ ബിബിനെയാണ് ആദ്യം കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. കോതമംഗലത്ത് പിന്നെ കൊച്ചിയിൽ ചികിത്സ നൽകിയില്ല. കോതമംഗലം ബെസേലിയസ് ആശുപത്രിയിൽ പിഴവ് സംഭവിച്ചു. അങ്ങനെ വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് അമ്മ. ചികിത്സാ കാര്യങ്ങൾ നോക്കിയത്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായി തിരുവനന്തപുരത്ത് മൃഗശാല അധികൃതരെ വട്ടം ചുറ്റിക്കുന്ന ഹനുമാൻ കുരങ്ങ് ഇപ്പോൾ മൃഗശാലയിൽ തന്നെയുണ്ട്. പക്ഷേ മൃഗശാലയിൽ കൂട്ടിലേക്ക് അതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു മരത്തിൽ തന്നെയാണുള്ളത്. ഈ മരത്തിന് താഴെ പഴങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അതിനെ വീണ്ടും കൂട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി, ഇതിൻ്റെ ചുമതല കൂടിയുള്ള സൂവിൻ്റെ ചുമതല കൂടിയുള്ള മന്ത്രി അവിടെ എത്തിയിരുന്നു. മന്ത്രിയും ഈ കുരങ്ങിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പെൺകുരങ്ങ് ഓടിപ്പോയത് തിരിച്ചു കിട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ മന്ത്രി എത്തിയത് അതിനായിരുന്നില്ല. പുതിയ ചില അതിഥികൾ കൂടി തിരുവനന്തപുരത്ത് മൃഗശാലയിൽ എത്തുകയാണ്. സിംഹം, എമു, ഹനുമാൻ കുരങ്ങ് എന്നിവയാണ് അവിടെ എത്തിയത്. അതിൻ്റെ പേരിടൽ ചടങ്ങും ഇന്ന് നടക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐശ്വര്യ അനിലേക്കാണ് കിടക്കുന്നത്. ഐശ്വര്യ, നമുക്കെന്തായാലും ഈ ചാടിപ്പോയ ഹനുമാൻ കുരങ്ങ് അവിടെ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞു. ഐശ്വര്യ, എന്തായാലും ചാടിപ്പോയ കുരങ്ങ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള വിവരം കിട്ടി. നമുക്കിനി അറിയേണ്ടത് ഈ സിംഹത്തിനും യമുനും ഒക്കെ എന്ത് പേരാണ് ഇട്ടത്? കിരൺ, യമുവിന് പേര് നൽകിയിട്ടില്ല, സിംഹങ്ങൾക്കാണ് പേര് നൽകിയിട്ടുള്ളത്. ലിയോയും നൈലയും എന്നാണ് 2 സിംഹങ്ങൾക്ക് പേരിട്ടിട്ടുള്ളത്. ഓപ്പൺ കേജുകളിലായി 2 കേജുകളിലായാണ് ഈ സിംഹങ്ങളെ ഇപ്പോൾ സന്ദർശകർക്കായി, കാഴ്ചക്കാർക്കായി തുറന്നു വിട്ടിരിക്കുന്നത്. ഇത്രയും ദിവസം ജൂൺ 5-നാണ് ഈ സിംഹങ്ങളെ എത്തിച്ചതെങ്കിൽ പോലും അവർ ക്വാറന്റൈനിലായിരുന്നു. അതിനുശേഷം ഇന്നാണ് സന്ദർശകർക്കായി അവരെ തുറന്നു വിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ കൗതുകത്തോടു കൂടിയാണ് ഒരുപാട് പേർ രാവിലെ തന്നെ ഈ പുതിയ സിംഹങ്ങളെയും ഒക്കെ കാണാൻ എത്തിയത്. ഒപ്പം തന്നെ ഇതിന്റെ പേരിടൽ ചടങ്ങും ഇന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി എത്തി നടത്തുകയും ചെയ്തിരുന്നു. ഈ ചടങ്ങിന് ശേഷം, അതായത് ഇനി യമുന് പേര് നൽകും. യമുനെയും സന്ദർശകർക്കായി തുറന്നു വിട്ടിട്ടുണ്ട്. ഹനുമാൻ കുരങ്ങിനെ മാത്രമാണ് ഇന്ന് തുറന്നു വിടാത്തത്. അത് കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ഹനുമാൻ കുരങ്ങ് ഈ ക്വാറന്റൈനിൽ ഇരുന്ന കൂട്ടിൽ നിന്ന് മാറ്റുന്നതിനിടെ ചാടിപ്പോയത് കൊണ്ടാണ് അതിനെ ഇന്ന് സന്ദർശകർക്കായി തുറന്നു വിടാത്തത്. സ്വാഭാവികമായി അതിനെ കൂട്ടിലേക്ക് മാറ്റി കുറച്ച് ദിവസം കൂടി അതിനെ നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും സന്ദർശകർക്കായി തുറന്നു നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മന്ത്രിയാണ് നേരിട്ടെത്തി ഇവർക്ക് സിംഹങ്ങൾക്കൊക്കെ പേരിട്ട് മടങ്ങിയിരിക്കുന്നത്. കിരൺ, ഈ ഹനുമാൻ കുരങ്ങിനെ പിടിക്കാൻ വേണ്ടി തിരിച്ചു കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള ഏത് തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? ഹനുമാൻ കുരങ്ങിനെ കൂട്ടിലാക്കാനായി അതിന് ഭക്ഷണമൊക്കെ തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിന്റെ ഇണയെ താഴെ എത്തിയിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലൊന്നും ഈ ഹനുമാൻ കുരങ്ങ് താഴേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് അധികൃതരും ജീവനക്കാരും ഒക്കെ പറയുന്നത്. എന്തായാലും നിലവിൽ അത് ഉള്ള സ്ഥലത്ത് തന്നെ കൃത്യമായി അതിനെ ആൾക്കൂട്ടമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അതിനെ എങ്ങനെയെങ്കിലും താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അത് വൈകാതെ കൂട്ടിലേക്ക് എത്തിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രിയും പങ്കുവച്ചത്. അതിനെ കൂട്ടിലേക്ക് എത്തിച്ചാൽ പോലും ഉടനെ സന്ദർശകർക്കായി തുറന്നു നൽകില്ല. ഈ ക്വാറന്റൈൻ തുടരും. അതിനെ നിരീക്ഷിച്ച ശേഷം മാത്രം തുറന്നുവിട്ടാൽ മതി എന്നുള്ളതാണ് നിലവിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ഐശ്വര്യാനിലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിച്ച CPM കമ്മീഷൻ റിപ്പോർട്ടിൽ ജില്ലാ ഘടകത്തിൽ ചർച്ച നടക്കുകയാണ്. CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം
ആണ് ചർച്ച ചെയ്യുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കമ്മീഷൻ അംഗങ്ങളായ AK ബാലൻ, TP രാമകൃഷ്ണൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ ജോ ജോസഫിന്റെ പരാജയം എറണാകുളം ജില്ലാ ഘടകത്തിന്റെ വീഴ്ച മൂലമാണെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ കണ്ണൂർ CPMൽ നടപടി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. കണ്ണൂർ പടിയൊട്ടുചാൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M അഖിൽ, സേവിയർ റാംഷാ, ബ്രാഞ്ച് അംഗം സകേഷ് എന്നിവർക്കെതിരെയാണ് നടപടിയുണ്ടായത്. ഇവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ഘടകകക്ഷി നേതാവിന്റെ മകനുമായി ചേർന്ന് നടത്തിയ ക്രിപ്റ്റോ ട്രേഡിംഗ് ഇടപാടിലാണ് നടപടി. സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് ലഭിച്ച പരാതിയിലായിരുന്നു അന്വേഷണവും നടപടി. TP വധക്കേസ് പ്രതി TK രജീഷ് കർണാടക പോലീസ് കസ്റ്റഡിയിൽ. കേരളത്തിലേക്ക് തോക്ക് കടത്താൻ ശ്രമിച്ചെന്ന കേസിലാണ് നടപടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് TK രജീഷിനെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. ഒരു ദുരന്തത്തിന്റെ വാർത്തയാണ്. തൃശൂർ എറവിൽ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച ഓട്ടോ ഡ്രൈവർ മരിച്ചു. എടത്തിരിഞ്ഞി സ്വദേശി ജിതിനാണ് മരിച്ചത്. തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ എറവ് കപ്പൽ പള്ളിക്ക് മുൻവശത്ത് പുലർച്ചെ 1:30യോടെയാണ് അപകടമുണ്ടായത്. ജിതിന്റെ ഭാര്യയ്ക്കും മകനും ഭാര്യാപിതാവിനും ഗുരുതരമായ പരിക്കുണ്ട്. ആംബുലൻസ് ഡ്രൈവറും രോഗിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒളരിയിലെ ആശുപത്രിയിൽ നിന്ന് ജിതിന്റെ കുട്ടിയെ ഡോക്ടറെ കാണിച്ച് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. അന്തിക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. അട്ടപ്പാടി ഷോളയൂരിൽ ആദിവാസി യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഷോളയൂർ ഊരിലെ മണികണ്ഠനാണ് മരിച്ചത്. കാട്ടുപന്നിയുടെ ആക്രമണമെന്നാണ് സംശയം. മണികണ്ഠന്റെ വയറിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലുമാണ്. ഇന്നലെ രാത്രിയാണ് സംഭവമെന്നാണ് നിഗമനം. തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസിൽ 2 കസ്റ്റംസ് ഇൻസ്പെക്ടർമാരെ DRI കസ്റ്റഡിയിലെടുത്തു. അനീഷ് മുഹമ്മദ്, നിതിൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. വിമാനത്താവളം വഴി 5 കിലോയോളം സ്വർണം കടത്താൻ ഇവർ സഹായിച്ചെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ 4-നാണ് സ്വർണം പിടികൂടിയത്. 2.48 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകൾക്ക് പരിഷ്കാരങ്ങൾക്കൊരുങ്ങി സാങ്കേതിക സർവകലാശാല. ഓപ്പൺ ബുക്ക് പരീക്ഷകളും ഓൺലൈൻ മാർക്കിംഗ് സംവിധാനവും അടക്കം നടപ്പാക്കാനാണ് ആലോചന. സ്വാശ്രയ കോളേജ് മാനേജ്മെന്റുകളുമായി സർവകലാശാല നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പുതിയ അക്കാദമിക വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത സ്വാശ്രയ കോളേജ് മാനേജ്മെന്റുകളുടെ യോഗത്തിലാണ് തീരുമാനം. വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായി പാഠ്യപദ്ധതികളും പരീക്ഷാ നടത്തിപ്പും പരിഷ്കരിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓപ്പൺ ബുക്ക് പരീക്ഷാരീതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. പരീക്ഷാ ഹാളിൽ പുസ്തകങ്ങൾ റെഫർ ചെയ്തെഴുതാനുള്ള സംവിധാനം ഒരുക്കുന്നതാണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. പരീക്ഷാ പേപ്പറുകൾ ഓൺലൈനിലൂടെ തന്നെ മൂല്യനിർണ്ണയം നടത്തുന്ന ഓൺലൈൻ മാർക്കിംഗ് സംവിധാനവും കൊണ്ടുവന്നേക്കും. ഇതുവഴി വേഗത്തിൽ പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് സർവകലാശാല കണക്ക് കൂട്ടുന്നത്. സ്വാശ്രയ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഉയർന്നുവന്ന ആരോപണങ്ങളും യോഗത്തിൽ ചർച്ചയായി. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ കോളേജുകളിൽ ഉറപ്പാക്കണമെന്ന് സർവകലാശാല മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചു. ക്യാമ്പസുകളിൽ പരാതി പരിഹാര സെല്ലുകൾ കൃത്യമായി പ്രവർത്തിക്കണം. വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന യൂണിയനുകൾ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടാകണം. അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്നും മാനേജ്മെന്റിനോട് സർവകലാശാല നിർദ്ദേശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് റോഡുകളിൽ വാഹനങ്ങളുടെ വേഗപരിധി പുതുക്കാൻ തീരുമാനം. 6 വരി ദേശീയപാതയിൽ 110 കിലോമീറ്റർ, 4 വരി ദേശീയപാതയിൽ 100 കിലോമീറ്റർ എന്നിങ്ങനെയാണ് കാറുകൾ മുതൽ 9 സീറ്റ് വരെയുള്ള വാഹനങ്ങളുടെ പരമാവധി വേഗം. ഇരുചക്ര വാഹനങ്ങളുടെ വേഗപരിധി 60 കിലോമീറ്ററായി കുറച്ചു. ജൂലൈ 1 മുതൽ പുതുക്കിയ വേഗപരിധി നിലവിൽ വരും.
AI ക്യാമറകൾ പ്രവർത്തന സജ്ജമായതിനെ തുടർന്നാണ് വേഗപരിധി പുനർനിശ്ചയിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. 2014 നിശ്ചയിച്ചിരുന്ന വേഗപരിധിയാണ് നിലവിൽ മാറ്റം വരുത്തിയത്. പുതുക്കിയ വേഗപരിധി പ്രകാരം ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗപരിധി 70 കിലോമീറ്ററിൽ നിന്ന് 60 കുറച്ചു. കാറുകൾ ഉൾപ്പെടെയുള്ള 9 സീറ്റ് വരെയുള്ള വാഹനങ്ങളുടെ വേഗപരിധി ഇങ്ങനെയാണ്. 6 വരി ദേശീയപാതയിൽ 110 കിലോമീറ്ററാണ് പരമാവധി വേഗം. 4 വരി ദേശീയപാതയിൽ 90 കിലോമീറ്ററിൽ നിന്ന് 100 ഉയർത്തി. MC റോഡ് ഉൾപ്പെടെയുള്ള 4 വരി സംസ്ഥാന പാതയിൽ 90 കിലോമീറ്റർ വേഗതയിൽ പോകാം. ഇത്തരം വാഹനങ്ങൾക്ക് സംസ്ഥാന പാതകളിൽ 80ഉം നഗര റോഡുകളിൽ 50ഉം എന്ന നിലവിലെ വേഗപരിധി തുടരും. 9 സീറ്റിന് മുകളിലുള്ള ലൈറ്റ് മീഡിയം ഹെവി വാഹനങ്ങൾക്ക് 6 വരി ദേശീയപാതയിൽ 95 കിലോമീറ്ററാണ് പരമാവധി വേഗം. 4 വരി ദേശീയപാതയിൽ 70 കിലോമീറ്റർ ആയിരുന്ന വേഗപരിധി 90 ഉയർത്തി. MC റോഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാന പാതയിൽ 65 കിലോമീറ്റർ ആയിരുന്ന വേഗപരിധി 85 കിലോമീറ്റർ ആക്കി. ജില്ലാ റോഡുകളിൽ 80ഉം നഗര റോഡുകളിൽ നിലവിലെ വേഗപരിധിയായ 50 കിലോമീറ്ററും തുടരും. ചരക്ക് വാഹനങ്ങൾക്ക് 6 വരിയിലും 4 വരി ദേശീയപാതകളിലും 80 കിലോമീറ്ററും 4 വരി സംസ്ഥാന പാതകളിൽ 70 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കാം. ജില്ലാ റോഡുകളിൽ 60 ആയിരുന്ന വേഗപരിധി 65 ആക്കി. ചരക്ക് വാഹനങ്ങൾക്ക് മറ്റു റോഡുകളിൽ 60 കിലോമീറ്ററും നഗര റോഡുകളിൽ 50 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കാം. ഓട്ടോറിക്ഷകളുടെയും സ്കൂൾ ബസ്സുകളുടെയും പരമാവധി വേഗപരിധി നിലവിലുള്ള പോലെ 50 കിലോമീറ്ററായി തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തമിഴ്നാട് വൈദ്യുതി മന്ത്രി സെന്തിൽ ബാലാജിയെ കസ്റ്റഡിയിൽ വേണമെന്ന EDയുടെ അപേക്ഷ കോടതി തള്ളി. സെന്തിൽ ബാലാജിയെ റിമാൻഡ് ചെയ്തതിനാൽ കസ്റ്റഡി അപേക്ഷ അനുവദിക്കാനാകില്ലെന്നാണ് ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിലപാട്. സെന്തിൽ ബാലാജിയുടെ ജാമ്യ ഹർജി ഇന്ന് സെഷൻസ് കോടതി പരിഗണിക്കും. ഇന്നലെ അടിയന്തരമായി ഹർജി പരിഗണിച്ച കോടതി വിധി പറയാനായി മാറ്റുകയായിരുന്നു. ഇതിനിടയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെന്തിൽ ബാലാജിയെ സന്ദർശിക്കാനെത്തിയ മന്ത്രി ശേഖർ ബാബുവിനെ സന്ദർശിക്കാൻ അനുവദിച്ചില്ല. അറസ്റ്റിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഖലിസ്ഥാൻ ഭീകരൻ അവതാർ സിംഗ് ഖണ്ഡ എന്നറിയപ്പെടുന്ന രൺജോത് സിംഗ് ലണ്ടനിൽ മരിച്ചു. ഖലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് എന്ന സിഖ് ഭീകര സംഘടനയുടെ നേതാവും ഇക്കഴിഞ്ഞ മാർച്ച് 19 ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആക്രമിച്ച കേസിലെ മുഖ്യ പ്രതിയുമാണ്. ബർമിംഗ്ഹാം ആശുപത്രിയിൽ അർദ്ധരാത്രിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. മരണകാരണം വ്യക്തമല്ല. ഇയാൾ ക്യാൻസർ ബാധിതനായിരുന്നുവെന്നാണ് വിവരം. ഏപ്രിൽ പഞ്ചാബിൽ അറസ്റ്റിലായ സിഖ് വിഘടനവാദ നേതാവ് അമൃത്പാൽ സിംഗിന്റെ മുഖ്യ ഉപദേശകനായിരുന്നു അവതാർ സിംഗ്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ പൊതുജനാഭിപ്രായം തേടി ദേശീയ നിയമ കമ്മീഷൻ. പൊതുജനങ്ങൾക്കും മതസംഘടനകൾക്കും 30 ദിവസത്തിനുള്ളിൽ അഭിപ്രായം അറിയിക്കാം. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, മതനിന്ദ തുടങ്ങിയ വിഷയങ്ങളിൽ എല്ലാവർക്കും ബാധകമായ പൊതു നിയമം നടപ്പാക്കാനാണ് ആലോചന. വിവാഹം ഉൾപ്പെടെ വ്യക്തിപരമായ പല വിഷയങ്ങളിലും മതനിയമങ്ങളാണ് ഇന്ത്യയിൽ പാലിച്ചു പോരുന്നത്. ഗോവയിൽ മാത്രമാണ് രാജ്യത്ത് നിലവിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ളത്. 1867 പോർച്ചുഗീസ് സിവിൽ കോഡാണ് ഗോവ പിന്തുടരുന്നത്. പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഏകീകൃത സിവിൽ കോഡ് പാലിച്ചു പോരുകയായിരുന്നു. നിയമ കമ്മീഷൻ അധ്യക്ഷൻ ഋതുരാജ് അവസ്ഥയാണ് അഭിപ്രായം ആരാഞ്ഞ് നോട്ടീസ് ഇറക്കിയത്. മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. വ്യവസായ മന്ത്രി നെംച കിപ്ഗെനിന്റെ വസതിക്ക് മുന്നിൽ ഒരു സംഘം അക്രമികൾ തീയിട്ടു. ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ഔദ്യോഗിക വസതിയിലാണ് ഇന്നലെ രാത്രിയോടെ അക്രമികൾ കത്തിച്ചത്. കമൻ ലോക് മേഖലയിൽ സംഘർഷത്തിൽപ്പെട്ട 9 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെ ആക്രമണമുണ്ടായത്. സംഭവം നടക്കുമ്പോൾ മന്ത്രി സ്ഥലത്തില്ലായിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷാ സേന സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. കുക്കി സമുദായ നേതാവാണ് മണിപ്പൂരിലെ ഏക വനിതാ മന്ത്രിയായ കിപ്ഗെൻ. ഡക്കാൻ ക്രോണിക്കൽ ഹോൾഡിംഗ്സ് ലിമിറ്റഡിന്റെ മുൻ ചെയർമാനും പ്രൊമോട്ടറുമായ ടി വെങ്കിട്ടറാം റെഡ്ഡി, കമ്പനിയുടെ മുൻ ഡയറക്ടർ PK അയ്യർ, ഓഡിറ്റർ മലയാളിയായ മണി ഉമ്മൻ എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. വെങ്കിട്ടറാം റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ കള്ളപ്പണം വെളുപ്പിക്കുന്നതിലടക്കം ഏർപ്പെട്ടിട്ടുണ്ടെന്നും ബാങ്കുകളിൽ വ്യാജരേഖകൾ സമർപ്പിച്ച 8000 കോടിയിലധികം കബളിപ്പിച്ചുവെന്നും ED ആരോപിച്ചു. നേരത്തെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റുകളിൽ കൃത്രിമം കാണിച്ചുവെന്നും ലാഭ പരസ്യ വരുമാനം കൃത്രിമമായി കാണിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ